എന്താണ് ഇന്നത്തെ കളിന്റെ സ്ഥിതി ഒന്ന് പറഞ്ഞാൽ എന്നോട് പറയുകയാണെങ്കിൽ ഈ അർജന്റീന ആളെന്നല്ല ആർക്കും അറിയാം. ഇതുള്ള ആരോട് പറയണ ആരുള്ള ആരുള്ള വാപ്പായാലും വാപ്പനോട് പറയാം. പച്ച വീക്ക് അർജന്റീന നമ്മൾ ഒഴിയൂല്ല. അർജന്റീന വിജയം നമ്മൾ പിന്നെ ആഘോഷിക്കും ചെയ്യും. പക്ഷെ ഇന്നത്തെ കളി ഈ ആദ്യത്തെ ഗോള് അർജന്റീന അടിച്ച് ഈജിപ്തിനെതിരും അടിച്ച് അവസാനം മോലുണ്ട് ബേക്കോട്ട് ഇതാ ബേക്കോട്ട് കളിക്കുക. അപ്പം എതിരാളികളെ കെട്ടി കൊണ്ടുവരുമ്പോ ഒന്നായിട്ട് ഇരമ്പി കെട്ട് വന്നിട്ട് എന്തായാലും ഗോളടിക്കും. എന്നിട്ട് ഓല് ഗോളടിപ്പിക്കാൻ ഓല് കെട്ട് വാ ഓലോട്ട് കൊണ്ടുവരിക എതിരാളികളെ എടുത്ത് ഇവിടെ ഇങ്ങനെ തട്ടുക. ഓലൊന്നായിട്ട് കെട്ട് വരും. അപ്പം തന്നെ ഈജിപ്ത് ആയാലും ഇസ്രായേലിന് ഗോൾ മടക്കി. പിന്നെ തിരിച്ചടിച്ചാൽ ഇത്ര ബുദ്ധിമുട്ട് പെടണോ? ആദ്യം ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ തുടരും അറ്റാക്ക് തുടരുമ്പോൾ ഒന്നായിട്ട് കേറൂല. ഒന്നുകൂടി അടിക്കാൻ നോക്കുക. 2 ഗോളൊക്കെ ലീഡ് ചെയ്യുമ്പോ കുറച്ചൊക്കെ ഒന്ന് ബാക്കോട്ട് കളിക്കാം. ഇതെന്താ ഈ പിന്നെ നല്ല കോച്ച് സാറാ, അയാൾക്കൊന്ന് പറഞ്ഞു കൊടുത്തൂടെ? കോച്ചിൽ വേൾഡ് കപ്പ് ഒക്കെ നേടിക്കൊടുത്ത കോച്ചൊക്കെയാണ്. എന്നാലും അയാൾക്കൊന്ന് പറഞ്ഞു കൊടുത്തൂടെ ബാക്കോട്ട് കളിക്കണ്ട, മുന്നോട്ട് കളിക്കണം. ഇത് ഏത് കളിയിൽ ഒരു ടൂർണമെന്റിൽ ഈ യഥാർത്ഥ ഒരു അർജന്റീന ആയില്ല. 3 കളിയിൽ നരകിച്ചിട്ട് ഒരു ജനങ്ങൾക്ക് അർജന്റീന കളി ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. ഈ വേൾഡ് കപ്പില് ആസ്വദിച്ചേ സ്വിറ്റ്സർലൻഡ് ഒക്കെ പറഞ്ഞാല് ലോകത്തെ ഏറ്റവും വലിയ ടീമൊന്നുമല്ല. 90 മിനിറ്റിനുള്ളിൽ ഓലെ കഥ കഴിച്ചണം. അതാണ് വണ്ടിയില് 90 മിനിറ്റ് 2-3 ഗോൾ അടിച്ചിട്ട് ഈ അവസാനം ഒരു എക്സ്ട്രാ ടൈമിൽ കളിച്ച കളി എന്തോ ഒരു ഫസ്റ്റ് കളിക്കാത്ത ഇയാള് പറഞ്ഞു കൊടുക്കണ്ടേ? കോച്ച് പറഞ്ഞു കൊടുക്കണോ? ഫസ്റ്റില് ഈ കളി അയാളെ അടിച്ച് തകർത്തിട്ടാണ് കൈയായിട്ട് കൊടുക്കല. ഇത് ബാക്കോട്ട് അടിച്ചിട്ട് എതിരാളികളെ കൊണ്ടുവന്ന് ഗോൾ അടുപ്പിച്ചാട്ട് പിന്നെ നിറങ്ങിച്ചാലല്ല. ഇന്നത്തെ കളി കണ്ട് സ്റ്റേഡിയമൊക്കെ പോയിട്ട് സ്വിറ്റ്സർലൻഡ് അല്ലേ അവസാനം എത്ര ആ കളി പോലെ എടുക്കണേ? എന്റെ ഫസ്റ്റിലായിട്ട് എടുത്തിട്ട് അടിച്ചിട്ടാണ് തകർക്കാത്തത്. ഇയാള് പറഞ്ഞു കൊടുക്കണ്ടേ? ഇങ്ങനെ പോയപ്പോ എന്താ ഒരു സ്ഥിതിയാകും? ഇങ്ങനെ പോയാൽ ഇംഗ്ലണ്ടാണ് സെമിയില്. ഈ കളിയൊന്നും ഇംഗ്ലണ്ടോട് നടക്കൂല. ഇംഗ്ലണ്ടിന് ശരിക്കും സ്പീഡ് ഗെയിമാ ഇംഗ്ലണ്ട്. അതേമാതിരി സ്പീഡ് ഗെയിം ഇവിടെ എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ 2-4-5 ഗോൾ ഒഴുക്കും ചെയ്യും. അർജന്റീന തോൽക്കാനും പാടില്ല, ജയിക്കും വേണം, കപ്പടിക്കും വേണം. അത് വേറെ കാര്യം. സ്പീഡ് കളിക്കണം, തോൽക്കെടുത്തോട്ടെ. ലോകത്തെ ജനങ്ങൾ ആസ്വദിക്കണം, കളി ആസ്വദിക്കണം. ഇടിച്ചിട്ടാണ് കയറാൻ മതിയാ. തോൽക്കട്ടെ. അതന്നെ എത്തത് കാട്ട് തട്ടുക, അങ്ങോട്ട് തട്ടുക, അങ്ങോട്ട് തട്ടുക, അങ്ങോട്ട് തട്ടുക. എന്നിട്ട് എതിരാളികളോട്ട് വാ ഗോളടിക്കാൻ വാ. അവസാനം നിരകിച്ച ഈ അവസാനം ഈജിപ്തിനോടും ഇവരോട് കളിച്ച കളിയൊക്കെ എക്സ്ട്രാ ടീം കൊണ്ടുപോകാൻ പാടില്ല. അതിന് മുമ്പേ ഈ ആദ്യത്തെ കളി ഇടിച്ചാടി തകർത്തിട്ട് 2-3 ഗോൾ അടിച്ചിട്ട് ബാക്കോട്ട് തട്ടി കളിച്ച. അതാണ് വേണ്ടിയത്. ഇത് ഒന്നായിട്ട് ബാക്കിൽ ഇങ്ങനെ തട്ടുക, മറ്റോല് വന്ന് ഗോൾ അടിച്ച. ഈ കണ്ടില്ല ഇങ്ങോട്ടൊന്നും കളി നടക്കൂല. ഇങ്ങോട്ട് നല്ല സ്പീഡ് ഗെയിമാ. കോച്ചൊന്ന് പറഞ്ഞു കൊടുക്ക, തുടക്കത്തിൽ അറ്റാക്ക് നടത്തണം. ഇത് ആലോചിച്ച് നോക്ക്. അർജന്റീന ആരാധകർക്ക് ഇപ്പൊ 3 കളിയിൽ അമ്മക്കൊക്കെ ഭാഗ്യത്തിൽ രക്ഷപ്പെട്ട ഭാഗ്യത്തിന് ഒരു ലോകത്തെ ഒരു ഫുട്ബോൾ ആസ്വാദനം, ഒരു ഫുട്ബോളിന്റെ ശൈലി, അർജന്റീന ശൈലി ആസ്വദിക്കാൻ അവസരം കൊടുത്തില്ല. തപ്പനോട് കാര്യം നമ്മളൊക്കെ ടീമാ കപ്പുണ്ടായിട്ട് ആഗ്രഹിക്കണു. ശരി.